പൃഥ്വി, സുപ്രിയ, സ്വാഗതം. താങ്ക് യു. എന്താണ് ഈ അഭിമുഖത്തിലൂടെ, ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്? ആ ഉദ്ദേശം നിറവേറ്റാൻ ഏതാണ് ഉചിതം? അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? ഒരുപക്ഷെ സുപ്രിയയെ പോലും ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ഒരുപാട് കുറെ SMS വന്നിരുന്നു, കണ്ടിരുന്നില്ലേ? SMS ഒന്ന് ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഈ സുപ്രിയ മേനോൻ പണ്ട് വിവാഹിതയായിരുന്നു. ഞാനും കേട്ടു. ഈ സുപ്രിയക്ക് പൃഥ്വിരാജിന്റെ അമ്മയുടെ പ്രായമുണ്ട്. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. 1-2 കേട്ടിരുന്നു. ബട്ട് ഞാനും ജേർണലിസ്റ്റ് ആണ്, അത് മറക്കല്ലേ. അപ്പൊ മീഡിയ എങ്ങനെ കുറെ വാർത്ത ഉണ്ടാക്കുന്നത് എനിക്കും അറിയാം. എന്റർടൈൻമെന്റ് ജേർണലിസം എങ്ങനെയാണെന്ന് നടക്കുന്നത് എനിക്കും അറിയാം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. നമ്മുടെ പണി നമുക്ക് നന്നായിട്ട് അറിയാലോ. അതെ, അപ്പൊ എനിക്കറിയാം എന്താ വാട്ട് ഐ ഷുഡ് ടേക്ക് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്, വാട്ട് ഐ ഷുഡ് ടേക്ക് വിത്ത് എ സാക്ക് ഓഫ് സോൾട്ട്. ഐ നോ ദാറ്റ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്റെ തൊണ്ടയിലും കയറിയില്ല സാംബശിവൻ. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ഗോപുരമൻ കഥ പറയേ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഇവിടെ നിന്നാ പ്രശ്നമാവും. ആട്ടോ ബ്രദർ, ആർക്കും എന്നെ തടുക്കാനാവില്ല.